ഹലോ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് വൈറ്റമിൻസ്. വൈറ്റമിൻസിനെ നമുക്ക് പൊതുവെ രണ്ടായി തരംതിരിക്കാം. വെള്ളത്തിൽ ലയിക്കുന്നവ, കൊഴുപ്പിൽ ലയിക്കുന്നവ. വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനാണ് B-C, കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനാണ് ADEK. ഈ വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. മുട്ട, ക്യാരറ്റ്, ഇലക്കറികൾ, പപ്പായ തുടങ്ങിയവയിലൊക്കെ വൈറ്റമിൻ എ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. ടൊമാറ്റോ, പൊട്ടറ്റോ, കപ്പലണ്ടി, പഴം ഇവയിലൊക്കെ വൈറ്റമിൻ ബി ധാരാളമായി അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. പേരക്ക, ഓറഞ്ച്, നാരങ്ങ, മുന്തിരി ഇവയിലൊക്കെ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. മുട്ട, പാല്, ചെറുമത്സ്യങ്ങൾ ഇവയിലൊക്കെ വൈറ്റമിൻ ഡി ധാരാളമായി അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ ഇയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. മുട്ട, ബദാം, പഴം ഇവയിലൊക്കെ വൈറ്റമിൻ ഇ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ കെ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. മീറ്റ്, ഇലക്കറികൾ, ടൊമാറ്റോ ഇവയിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ കെ അടങ്ങിയിരിക്കുന്നു. Thank you.